ഇതാണ് ശാല. ഇവിടെയാണ് നമ്മൾ കൂടാതെ. ആദ്യം നീ ഇരിക്കുന്ന അവിടെ ഞാൻ ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇബിനെ വിളിച്ചു. അന്നോട്ട് ഇബിന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇവിടെ നീ തന്നെ അങ്ങനെ ഓരോരുത്തർ വരുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ആ കമ്പ്യൂട്ടറിൽ പാട്ടിടുന്നു, നമ്മൾ പാടുന്നു, ബീച്ചിടുന്നു, പാട്ടുണ്ടാക്കുന്നു. പിന്നെ കഥ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ കുറെ ഇടയിൽ അറിവിശാലയും മറ്റേ മത്സരം അവിടുന്ന് തൊട്ടാണ് ഇവിടെ വന്നപ്പോ ഈ ശാല എന്നുള്ള സാധനം. ഇൻഡോറിലോട്ട് വന്നപ്പോൾ ഞങ്ങളെ പിന്നണി ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാസ്. ഇൻട്രൊഡക്ഷൻ So how is the workflow of the Arvishala? എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും മ്യൂസിക്കാലിറ്റിയിൽ എല്ലാവരും ഇൻപുട്ട് ചെയ്യും. പിന്നെ സച്ചി ഡിസൈൻ ചെയ്യും, എഡിറ്റും ചെയ്യും. അപ്പോൾ അതിലുള്ള ഇൻപുട്ട് സച്ചിൻ്റെ വക വരും. ഞാനും ഡിസൈൻ ചെയ്യും, ക്രിയേറ്റീവ്, ആ സ്ട്രാറ്റജി, പരിപാടി പ്ലാനിങ് അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഞാനും ചെയ്യും. പിന്നെ നിഹാല് എഡിറ്റിങ്, മ്യൂസിക് പ്രൊഡക്ഷൻ, പിന്നെ ഡിസൈൻ ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ അബി പരിപാടികൾ മാനേജ്മെൻറ്റും ലോജിസ്റ്റിക്സും മ്യൂസിക്കിൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എപ്പൊക്കെയാണെന്നുള്ള ഒരു പരിപാടി അവനും ചെയ്യും. പിന്നെ എഴുതും ചെയ്യും അവൻ. പിന്നെ ഇവനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഷോസിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഇവനുമാണ് കൊണ്ടുവരലും അതിൻ്റെ പരിപാടികളൊക്കെ. പിന്നെ വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ വർക്ക് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡിസൈൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കോണ്ടന്റ് സ്ട്രാറ്റജി അതും ഇതൊക്കെ നമ്മൾ 3-4 പേരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുക. എല്ലാവരും ഓക്കെ അടിച്ചാൽ നമ്മൾ ആ ഒരു പ്ലാൻ സെറ്റാക്കി എക്സിക്യൂഷനിലേക്ക് എത്തുക. പിന്നെ പാട്ടിൻ്റെ റിലീസാണെങ്കിലും എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് തന്നെയുള്ള മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതിലുള്ള എല്ലാവരുടെ വകയും എല്ലാവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇൻപുട്ട് വരും. ഇപ്പോൾ ദില്ലു ആണെങ്കിലും ദില്ലും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സാലി കോണ്ടന്റിൻ്റെ മാനേജ്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുക. നമ്മളൊരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ഡ്രൈവിൽ കയറ്റുക, ആരുടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഓർഗനൈസിങ് പരിപാടി സാലി ചെയ്യും. ആദർശം നമ്മുടെ സ്റ്റേജിലും പരിപാടി കവർ ചെയ്യാനും BTSും കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. ഇതൊക്കെയാണ് അറിവിശാല ഫംഗ്ഷൻ ചെയ്യുന്നത്. So we'll start with Ignu. So how do you പാട്ട് എഴുതുന്നതിന്റെയും അതിന്റെ ഒരു ബീറ്റ് വരുന്നതിന്റെയും അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ബീറ്റാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. നമ്മൾ എന്താ എഴുതുന്നുണ്ട്, എന്താ അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ചില മൂഡുണ്ടാവും. അതിനനുസരിച്ച് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും, ചിലപ്പോൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബീറ്റ് സെലക്ട് ചെയ്ത് തരുന്നു. ചില സമയത്ത് ചില പ്രൊഡ്യൂസേഴ്സ് അയച്ചു തരുമ്പോൾ ആ സാധനത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കും, ഓക്കെ ഈ സാധനം. പിന്നെ എഴുത്തും കാര്യങ്ങളും കൂടുതലും ഒറ്റ സ്ട്രെച്ച്, ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെച്ച്, അങ്ങനെ 2 സിറ്റിങ്, അങ്ങനെ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എത്തി. കൊലാബറേഷൻസ് ചെയ്യുമ്പോൾ ലൈക്ക് മോർ സ്റ്റുഡിയോയിൽ എല്ലാവരും വന്നിട്ടിരുന്ന് കൊലാബ് ചെയ്യുന്നതാണ്, അതോ ഒരു സ്ഥലത്ത് നിന്ന് അവർ സെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഏതാണ്? ഒരുമിച്ചിരുന്ന് ചെയ്യണം തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാം, നമ്മുടെ ഉള്ളിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുക, ഇതിങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. മറ്റേത് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് അയക്കണം, പിന്നെ അത് അവിടെ കേൾക്കണം, പിന്നെ അവിടെ നിന്ന് കേട്ട് ആ ഒരു ടൈം പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഒറ്റയിരിപ്പിന് നമ്മൾ ഉണ്ടാക്കിയ ട്രാക്കുകളാണ് ഇപ്പോൾ ശാലക്കായാലും കൂടുതൽ. ഒറ്റ നമ്മൾ സിറ്റിംഗ് ഇരുന്ന് ഒരു ബേസ് ഐഡിയ എന്തായാലും അവിടെ നിന്ന് ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് ട്രാക്കിൻ്റെ പ്രോസസ്സ്. ഞാനും പ്രൈമറിലി റൈറ്റിംഗ് ആണ്, റാപ്പിംഗ് തന്നെയാണ്. സോ മ്യൂസിക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്ത് ഇപ്പോൾ കുറേ ബീറ്റ്സ് നമ്മുടെ അടുത്ത് ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ മൂഡിനനുസരിച്ചാണല്ലോ ഓരോരോ എഴുത്തൊക്കെ വരുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓരോ മൂഡിനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ലൈക്ക് ഓൾറെഡി ഇങ്ങനെ ബീറ്റ്സ് അയച്ചു കിട്ടിയതുണ്ട്. നമ്മൾ ഇതിലൂടെ എങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കറണ്ട് മൂഡ് എവിടെയെങ്കിലും ഹിറ്റ് ആവും, അവിടെ അങ്ങനെ ഇരുന്ന് എഴുതുക. അങ്ങനെ തന്നെ ഓരോ മൊമെൻ്ററി ആണ്. അപ്പോൾ എന്താണ് ഏതൊക്കെ നമ്മൾ ഇടണം, അപ്പോൾ അതായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. എഴുതിപ്പോയി ഓരോ കുറേ എല്ലാ മൂഡിലുള്ള ഒരു, അതായത് വൈബ്രൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇന്നൊരു മൂഡ്, ആ മൂഡാണ് നമ്മുടെ ജോണർ, അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. എല്ലാവരും ഫ്ലക്ച്വേറ്റ് ചെയ്ത് എഴുതുന്ന ആൾക്കാർ, എല്ലാ ഇമോഷനും പറ്റി സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സോ അങ്ങനത്തെ എഴുത്ത്, അതെ എഴുത്ത് ലൈക്ക് നമ്മുടെ എല്ലാവരും പ്രൊസീജിയർ ഏകദേശം സെയിം തന്നെയായിരിക്കും.
ലൈക്ക് നമ്മൾ ഇപ്പോൾ പറയണ ഇപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ നമ്മൾ റാൻഡം യൂട്യൂബ് ബീറ്റിൽ ആണ് എല്ലാവരും പോലെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു ഫേസ് അത് നമുക്ക് മനസ്സിലായി, ലൈക്ക് യൂട്യൂബ് ബീറ്റ് മാത്രമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. പിന്നീട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഞാനും സച്ചുവില് അങ്ങനെയൊക്കെ എത്താൻ കാരണം അതാണ്, നമുക്ക് സ്വയം ലൈക്ക് നമുക്ക് അത് ചെയ്ത് തുടങ്ങാം, ലൈക്ക് നമുക്ക് തന്നെ നമ്മൾ ഡിപ്പെൻഡായി പോകാണ്ട് ലൈക്ക് അങ്ങനെയാണ് ഞാനും പ്രൊഡക്ഷനിലേക്ക് എത്തിയത്. പിന്നെ എഴുത്ത് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മളൊരു ഹുക്ക്, നമുക്കൊരു മൂഡ്, നമുക്കൊരു ഐഡിയ വരുമ്പോൾ ആ ബീറ്റിൽ നിന്ന് നമുക്ക് തോന്നുന്ന സാധനം പിന്നെ അത് വേഴ്സിലേക്ക് നമ്മളത് ബാക്കിയുള്ള സാധനം ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴായാലും അത് ആ ഒരു പ്രൊസീജിയർ തന്നെ നല്ല ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അത് ഫീൽ വേറെയാണ്. ലൈക്ക് നമ്മളത് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം കൊടുക്കുക എന്നുള്ളത് അങ്ങനെയാണ്. OTWന്റെ സാധനമൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇവനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതും ലൈവ് ഞാൻ ഇങ്ങനെ സ്റ്റേഡിയത്തെ ഒരു പരിപാടി നടക്കണ്ടായി, ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലെ. അവിടെ പോയപ്പോൾ ലൈക്ക് ആ ഓൺ ദ വേ ടിക്കറ്റ് എടുക്കുക, ആ മൂടുള്ള സാമ്പിളാണ് ഇത്. ലൈക്ക് അപ്പൊ അവിടെ സർക്കസിൽ ലൈക്ക് ഞാനത് ആ ഓഡിയോ കേട്ടപ്പോ ജസ്റ്റ് പിന്നെ എപ്പോഴേലും സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചെടുത്തൊരു ഓഡിയോ ആണ് അത്. പിന്നെ നമ്മള് ട്രാക്ക് ആൽബത്തിനുള്ള ട്രാക്കുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു, എല്ലാം ട്രാക്ക് എല്ലാം ആയി. എന്നാലും നമുക്കൊരു ഇൻട്രോ കൊടുക്കാന്നൊരു സാധനം അപ്പൊ വന്നു. നമുക്ക് എന്ത് ഇൻട്രോ കൊടുക്കുക, ആദ്യം കുറച്ച് സാധനങ്ങൾ നോക്കി. അപ്പൊ നമുക്ക് ആ ഒരു ഫുള്ളൊരു സാധനം അങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അതാണ് എൻ്റെ ഇങ്ങനെ ഒരു സാധനം ഞാൻ കത്തിയത്. ഇത് പണ്ട് ചെയ്തു വെച്ചൊരു സാധനം ഉണ്ടോ, നമുക്ക് അത് ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സാധനം അത് ഉണ്ടാക്കി ഗ്രൂപ്പിലിട്ടു. അപ്പൊ എല്ലാവർക്കും ഇത് കൊടുക്കുക എന്നുള്ള മൂഡിലേക്ക് അങ്ങനെയാണ് ആ ഫൈനൽ ഒരു സാധനം എത്തിയത്. ഞാൻ അത് പണ്ട് ചുമ്മാ ഇതിങ്ങനെ തന്നെ ആലോചിച്ചു, ഒരു ആൽബം അല്ലേ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയ സാധനമാണെന്ന് എനിക്ക് ഉണ്ടായി. പിന്നീട് എന്നാ നമുക്ക് ഇതിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ള രീതിക്കാണ് പിന്നെ ആ സാധനം അതിലേക്ക് എത്തിയത്. വിസ്മയം, സാഹസികത, എല്ലാം മാച്ചിങ്. പിന്നെ നോക്കുമ്പോ നമുക്ക് മൂടായി. ഒരു സംഘം ചെറുപ്പക്കാർ നരങ്ങും നരങ്ങും അത് പിന്നീട് കൊറേ റീലൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാണ്, ഓ ഇത് ആൾക്കാർക്ക് അങ്ങനെ ഒരു മൂഡ് എത്തുന്നത്. കൊറേ പുറത്ത് നല്ല രസം കാണുക, കുറച്ച് ഒരു ടൈപ്പ് ഓഫ് റീല് അതൊന്നും ഇറങ്ങുമ്പോ കാണുമ്പോ ഒരു സന്തോഷം, ഒരു മൂമെന്റ് ആയിരുന്നു. അതെ അതെ. ഞാന് എന്താ പറയാ, ഞാന് തന്നെ എനിക്ക് എഴുത്തിന് മുമ്പ് കഥ പറയലും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മൂഡ്, ഒരു സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എൻ്റെ ക്യൂരിയോസിറ്റി എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഒരാളോട് പറയാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണം, ഇപ്പോൾ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ എഴുത്ത് അല്ലെങ്കിൽ പാട്ടിൽ അല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞ സാധനത്തേക്ക് എത്തിയത്. നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല ആൾക്കാരോട്. അപ്പം ഞാൻ അങ്ങനെയാണ് മ്യൂസിക് അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള ഒരു സാധനം, കവിത എന്നൊക്കെ ഉള്ളൊരു മെറ്റഫോറിക്കലി അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിലുള്ളത് എങ്ങനെ പറയും. ഇപ്പോൾ ഒരു ഉറുമ്പിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ആ ഉറുമ്പിനെ ആ ഒരു ക്യൂരിയോസിറ്റി കീപ്പപ്പ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ഇവർ പറഞ്ഞ മാതിരി ഓരോ മൂഡ് അനുസരിച്ച് സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് എഴുതുമ്പോൾ ഇപ്പം പറഞ്ഞ മാതിരി അതിൻ്റെതായ ഒരു രസം വേറെയാണ്. അത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. ഐ മീൻ ശാല അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫണ്ണും അതിൻ്റെതായ എന്താ പറയുക ഫീഡ്ബാക്സും അപ്പം തന്നെ കുറ്റം പറയലാണെങ്കിൽ കുറ്റം പറയൽ, നല്ലതാണെങ്കിൽ നല്ലത്, അപ്പം തന്നെ എല്ലാവരും കണക്റ്റ് ആവും, പട്ടേന്ന് സാധനങ്ങൾ നീങ്ങും ഗ്രൂപ്പായി ചെയ്യുമ്പോൾ. അപ്പം അതൊരു വലിയൊരു ഫാക്ടറാണ്. എനിക്ക് ഗ്രൂപ്പായിട്ടുള്ള ഇത്ര ആൾക്കാരുടെ കൂടെ എഴുതാൻ പറ്റിയതുകൊണ്ട് വേഗം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, അതൊരു വലിയ കാര്യമാണ്. പിന്നെ പാട്ടിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ വെറുതെ എഴുത്തന്നെയായിരുന്നു. പിന്നെ ബീറ്റിൻ്റെ മുകളിൽ അതൊരു ഫ്ലോ കണ്ടുപിടിക്കലായി, ഫ്ലോയിൽ എഴുതാൻ തുടങ്ങി. പിന്നെ ഞാൻ വെറുതെ മമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ വേർഡ്സ് ആഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമ്മൾക്ക് എന്താണ് ആ നറേറ്റീവ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആ സ്റ്റോറി, എന്തൊക്കെയാണ്. പിന്നെ അതിനെക്കാട്ടും മുമ്പ് ഇവരൊക്കെ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഫ്രീ സ്റ്റൈൽ ചെയ്യലുണ്ടായിരുന്നു. എഴുതുന്നതിന് മുമ്പ് ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ബീറ്റിൻ്റെ മുകളിൽ ഫ്രീ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഓക്കെ ഈ വേർഡ്സ് ഇവിടെ ഫീലാവും, ഇങ്ങനെ പോകും, റൈമിങ് അത് ഇത് പൊളിറ്റിക്സ് അത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ നമുക്ക് വീണ്ടും കോൺഫിഡൻസ് കയറി. അങ്ങനെയാണ് ഓരോ പാട്ട് എഴുതുമ്പോഴും. ഇപ്പോൾ ഇവൻ പറഞ്ഞ മാതിരി ഹുക്കാണെങ്കിലും ഹുക്ക് എഴുതിയിട്ട് ചിലപ്പോൾ വേഴ്സ് എഴുതി വന്ന് ലാസ്റ്റ് ചിലപ്പോൾ ഒരു ഹുക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രോസസ്സ്. അങ്ങനെ ഇന്ന വഴി ഇങ്ങനെ ഇതൊന്നും പറയാൻ പറ്റില്ല എനിക്ക്, അതാണ് ഞാൻ ഇങ്ങനെ കുഴപ്പിക്കുന്നത്. എന്നാലും ഇതൊരു ഫൺ പ്രോസസ്സാണ്. അതാണ് ഏറ്റവും ഇഷ്ടം എഴുത്താണ്. എഴുത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ളതാണ് ഈ കോണ്ടന്റ്, അത് ഇത് പോസ്റ്റർ എല്ലാം എൻ്റെ മുകളിലാണ്. അതാണ് എൻ്റെ ഒരു സെൽഫ് എക്സ്പ്രഷൻ. സെൽഫ് ക്യൂരിയോസിറ്റി എങ്ങനെ ക്യൂരിയോസിറ്റി എങ്ങനെ കാണിച്ചു കൊടുക്കുക, നമ്മുടെ ഈ എന്താ പറയുക ഓരോ സാധനത്തിനും ഓരോ ആൾക്കാരോട് ഓരോ ഫീലിങ്ങിനോട് എന്താണെന്നുള്ള ആ ക്യൂരിയോസിറ്റി എപ്പോഴും അതാണ് എൻ്റെ മെയിൻ. പിന്നെയാണ് എക്സ്പ്രഷൻ, അതൊക്കെ പഠിച്ചതാണ്. നമ്മുടെ ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഏകദേശം സിമിലർ വ്യൂ പോയിന്റ്സ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ലൈക്ക് ദ കോർ കോൺസെപ്റ്റ് നമ്മൾ എന്തുണ്ടാകണമെങ്കിലും
അതിനൊരു പേഴ്സണൽ ജോയ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ലൈക്ക് ഇന്ന മൂഡ് പിടിച്ചിട്ട് ഇന്ന് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാപ്പ് എന്ന് ബൂം ബാപ്പ് അത് ഒരിക്കലും എനിക്ക് വർക്കൗട്ട് ആവില്ല. ലൈക്ക് ഐ വിൽ സിറ്റ് അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് സാമ്പിൾസ് ഒക്കെ തരും, അത് കിട്ടും, അങ്ങനത്തെ ഒരു മൂഡ് കണ്ടുപിടിക്കുമ്പോഴാണ് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി തീരുന്നത്. പിന്നെ അത് ഓരോ ആൾക്കാർക്ക് എങ്ങനെ കണക്ട് ആവുന്ന ദാറ്റ്സ് ലൈക്ക് എ ഹോൾ ഡിഫറെൻറ്റ്. അപ്പോൾ അതിന് പ്യുവർ സെൽഫ് എക്സ്പ്രഷൻ ആണ്, പ്യുവർ ജോയ് ആസ് എ ക്രിയേറ്റർ. ലൈക്ക് അതാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് നമുക്ക് അത്രയും കിട്ടുമ്പോൾ നമ്മളതിൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇരിക്കുമ്പോൾ കോൺസെപ്റ്റ് ഓഫ് ടൈം ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് അങ്ങനെ ഇരുന്ന് പോകും. ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓവർനൈറ്റ് ഒക്കെ ഇങ്ങനെ കുറേ ഇഷ്ടം പോലെ ഇരുന്നിട്ട്. പിന്നെ ആസ് എ ഗ്രൂപ്പ് ആണെങ്കിൽ അത് വേറെ തരം ഒരു ഫണ്ടാണ്. ലൈക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ ഒരു അനോണിമസിന്റെ കൂടെ ഒരു കൊളാബ് ട്രാക്കിൽ തലതിരി എന്ന് പറഞ്ഞിട്ട് അതിന്റെ റൈറ്റിംഗ് പ്രോസസ് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ 5 പേര് ഇരുന്നിട്ട് ആനോട് ഇരുന്ന് അപ്പൊ തന്നെ കുക്ക് ചെയ്ത് നമ്മളപ്പം തന്നെ ഇരുന്ന് എഴുതി. ആൻഡ് ആ ഒരു ഹുക്ക് ലൈക്ക് ഇറ്റ്സ് ഫക്കിംഗ് ബ്യൂട്ടിഫുൾ ഹുക്ക്. ആൻഡ് അത് നമ്മൾ എഴുതി കഷ്ടപ്പെട്ട് എല്ലാവരും ഇൻപുട്സ് വെച്ച് വെച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഒരു മാജിക് ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ നാട്ടിന്റെ ഗ്രൈൻഡർ സൗത്ത് സൈഡ് അവൻ നമ്മളെയൊക്കെ ഇഷ്ടം പോലെ മോട്ടിവേറ്റ് ചെയ്തത്. അവന്റെ സാധനങ്ങൾ കണ്ടിട്ടാണ് നമ്മളും കൂടെ നമ്മളൊരു എന്താ പറയാ പുറത്തുനിന്നൊരു പോളി സപ്പോർട്ട് അല്ലെങ്കിൽ പോളി എന്നുള്ള ഒരു മൂഡിലും അവൻ അതാക്കി മാർക്കറ്റ് ചെയ്ത അത്ര ഒരു ഇൻഡിവിജ്വല് അനുവിന്റെ പാട്ടില് അനു ആലോചിച്ചാലോ പറഞ്ഞില്ലേ മറ്റേ എന്നോട് പാട്ട് അറിയാലെന്ന് പറഞ്ഞ പാട്ടില്ല അവനാണ് ആദ്യമായിട്ട് വന്ന് ഇവിടെ ഇരുന്ന് നമ്മുടെ കൂടെ അവൻ തന്നെ 2 ദിവസം ഇരുന്ന് 2 ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അതൊരു ഇതാണ്. 2 ട്രാക്ക് എവിടെ എത്തിന്ന് പറഞ്ഞു തലതിരിഞ്ഞ് എന്ന് പറഞ്ഞ പാട്ട്. അത് ആ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ 5 പേര് ഇരിക്കുമ്പോൾ നമ്മള് തോന്നിയാസം കാട്ടിയിട്ടെങ്കിലും പാട്ടുണ്ടാക്കും. പക്ഷെ പുറത്തുനിന്ന് ഇപ്പം വന്ന് അവനും അതേപോലെ നമ്മളോട് ഇരുന്ന് നമ്മളെ മനസ്സിലാക്കി അത്രയും കണക്റ്റായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാ 2 ദിവസത്തില് ആ ഫൈനൽ പ്രൊഡക്റ്റ് ആയിരുന്നു ആ തലതിരി എന്ന് പറയുന്ന സാധനം. അത് ഞങ്ങൾക്കും വലിയൊരു പ്രതീക്ഷയുള്ള എക്സൈറ്റഡ് ആണ് അത് റിലീസ് ചെയ്യാൻ. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എപ്പോഴും ഒരു വോയിസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പോളി മച്ചാനാണ് അനുവിന് എത്ര പറഞ്ഞാലും നമ്മൾ ഇൻഫ്ലുവൻസസ്. സോ US ലൈക്ക് ഹിപ്പ് ഹോപ്പ് ഒറിജിനേറ്റ് ചെയ്തുള്ള സ്ഥലത്തുനിന്നും ലൈക്ക് പല സ്ഥലത്തിലും ഹിപ്പ് ഹോപ്പ് റാപ്പ് എന്നുള്ളതുണ്ട്. അപ്പൊ പിന്നെ ജസ്റ്റ് കേരള മാത്രമല്ല പല സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസസ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറയത്തക്ക രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ആരൊക്കെയായിരുന്നു? നമ്മളിപ്പോ 5 പേരുടെ ഒരു കോമൺ ആയിട്ട് പറഞ്ഞാൽ ലിറിക്സ് ആണ് എല്ലാവർക്കും മെയിൻ ആയിട്ട്. ലിറിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും കൂടുതലും കേൾക്കല്. ഇപ്പൊ സച്ചി സൗണ്ടിന്റെ സൈഡിൽ നിന്നും ഉണ്ട്, പ്രൊഡക്ഷനും ഇതൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ എല്ലാവർക്കും എനിക്ക് തോന്നണല്ലേ ലിറിക്സ് ഇപ്പൊ കെൻഡ്രിക് ലമാർ, ജെയ് കോൾ, പിന്നെ ആരൊക്കെയുള്ള പറയും എന്റെ നാളിലൊന്നും ഇൻഫ്ലുവൻസസ് പറയുകയാണെങ്കിൽ ലൈക്ക് കുറെ ഉണ്ട്. ഊട്ടാങ് തൊട്ടിട്ട് തന്നെ എല്ലാവരും വേണമെങ്കിൽ പറയാം. കാരണം ഊട്ടാങ് ആസ് എ ബ്രദർഹുഡ് ആണെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസും ആണെങ്കിൽ എന്റെ തലയിൽ ഉണ്ടായിട്ടുണ്ടാവും, ബാക്കിയുള്ളവരിലും ഉണ്ടാവും. പിന്നെ എന്താണ് എനിക്ക് കെൻഡ്രിക്കാണ് ഏറ്റവും വലിയ പ്രചോദനം തന്നിരിക്കുന്നത്. കാരണം മൂപ്പരാള് മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തിട്ടിട്ട് ഇതാണ് മനുഷ്യന്മാരെന്നുള്ളത് എനിക്ക് ഒരു ആംഗിള് തന്ന ഒരു പെർസ്പെക്റ്റീവ്, വലിയൊരു പെർസ്പെക്റ്റീവ് കെൻഡ്രിക് ലമാറും ജെയ് കോളുമാണ് എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത്. പിന്നെ എമിനം അതൊക്കെ പറയാം. എമിനം ഉണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ കെൻഡ്രിക് ലമാർ ആണ് എൻ്റെ. ഞാൻ ഫസ്റ്റ് കേട്ടത് എമിനത്തിന്റെ ട്രാക്കാ. ലൈക്ക് അത് ചെറുപ്പത്തിൽ എനിക്ക് അപ്പോഴും നമുക്ക് അറിയില്ല ഇതാണ് റാപ്പ് എന്നൊരു സാധനം. ഒരു സ്പീഡിൽ ആദ്യമായിട്ട് കേൾക്കുന്ന സാധനം എമിനത്തിന്റെ ഒക്കെ. പിന്നീട് ഓരോ ഫേസ് എത്തുമ്പോഴാണ് പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് ലൈക്ക് അപ്പോഴും നമുക്കറിയില്ല ഇന്നതാണ് റാപ്പ് ലൈക്ക് ഒരു സാധനം. പിന്നെ മലയാളം ഹിപ്പ് ഹോപ്പ് ഒരു ഫേസ് ആയി മാറി. ലൈക്ക് ഇവിടെ ആ കൊറോണയ്ക്ക് മുമ്പായാലും ഇവിടെ ഒരു സീൻ ഉണ്ടായി. ലൈക്ക് അപ്പോഴാണ് നമ്മളത് ഹിയർ ചെയ്യാൻ തുടങ്ങും. ഓ ഇവിടെ ഈ സീൻ ഉണ്ട്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും അത് എല്ലാവർക്കും എനിക്കായാലും എഴുതാൻ ലൈക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സാധനം എനിക്ക് അപ്ലൈ ഉണ്ട്. പക്ഷെ ഇത് റാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ കൂടുതൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ലൈക്ക് ഞാൻ ആ ടൈമിൽ ലൈക്ക് ഇവിടെ ആ സീന് വരുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് എഴുതി തുടങ്ങാന്നൊരു സാധനം എത്തിയത് ആ ഒരു മൊമെന്റില്ല. അപ്പൊ
അപ്പൊ അതാണ് ഒരു മോട്ടീവ് ആയത്. പിന്നെ ഒരു സാധനം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവന്റെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി. അത് പിന്നെ എങ്ങനെയാ റൺ ചെയ്ത് അതാണ്. എനിക്ക് ആർട്ടിസ്റ്റ് വൈസ് ഞാൻ കൂടുതൽ എല്ലാ ട്രാക്കുകളും കേൾക്കും. ലൈക്ക് ഇന്ന ആർട്ടിസ്റ്റ് എന്ന് പറയാൻ ഇപ്പൊ എന്റെ പേഴ്സണലി ചോദിച്ചാലും എനിക്ക് അങ്ങനത്തെ സാധനമില്ല. മ്യൂസിക് അപ്പൊ അതിപ്പോ ലാംഗ്വേജ് വൈസ് ആണെങ്കിലും എനിക്ക് എല്ലാ സാധനവും കേൾക്കും എന്നുള്ളതാണ് എന്റെ മൂഡ് പേഴ്സണലി. എനിക്ക് നിങ്ങളുടെ ഒരു ജ്യൂസ് വേൾഡ് അവരുടെ ഒരു ഹുക്കും മെലോഡിക് റാപ്പിന്റെ ഒരു ഇതുണ്ടല്ലോ, പക്ഷെ ഞാൻ പറയുന്നത് കാണുന്നുണ്ട് നമ്മള് വേഴ്സറ്റൈൽ ആണെന്ന് ഞാൻ പറയും. നമുക്ക് ഇവിടെ എല്ലാ മൂഡുണ്ട്. ഒരു പക്ഷെ ലൈക്ക് നമ്മളെല്ലാ തരം സാധനങ്ങളും കേൾക്കണോണ്ടാവാം ആ ഒരു മൂഡ്. നമുക്ക് എല്ലാ തരം ലൈക്ക് ഇന്നൊരു സാധനം മാത്രം നമ്മൾ കേൾക്കാന്നൊരു ഇതില്ല. നമ്മുടെ എല്ലാവരും ആ ഒരു കറന്റ് മൂഡ് അനുസരിച്ചുള്ള ട്രാക്ക് കേൾക്കാന്നാണ്. അങ്ങനെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളവും എല്ലാം പറയേണ്ടി വരും. എന്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയാൽ എനിക്കൊരു പ്ലേ ലിസ്റ്റ് ഒന്നുമില്ല. ഞാൻ കൂടുതൽ കേൾക്കുന്നത് എന്റെ ലൈക്ക്ഡ് സോങ്സ്. അപ്പൊ അതിൽ എല്ലാ തരം ഇമോഷൻസ്, എല്ലാ തരം ട്രാക്ക്, എല്ലാ ലാംഗ്വേജിലേക്ക് അങ്ങനെ സാധനം അതിൽ കിടക്കണ്ടാവും. അതാണ് പിന്നെ ഒരു നോർത്ത് DHS-നാണെങ്കിലും പിന്നെ ആശാൻ ഇട്ടിട്ടാണ് സീതേ മുഖത്ത് നോർത്തത്തെ സാധനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ഇവിടെ വന്ന് ആശാൻ ഇട്ടിട്ടും ആശാനും ലൈക്ക് എനിക്ക് നോർത്ത് ജെന്യുവനായി പറയുകയാണെങ്കിൽ ആ സീനൊന്നും എനിക്ക് അറിയില്ല. ലൈക്ക് അതൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് ഇവരുടെ കോൺവെർസേഷൻസ് കേൾക്കുമ്പോഴാണ് എനിക്ക് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈക്ക് അതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് ആ സീൻസ് ഒക്കെ എനിക്ക് കിട്ടിയത്. ഇൻഫ്ലുവൻസ് ലൈക്ക് മ്യൂസിക് വൈസ് അങ്ങനെ ലൈക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നോക്കിയാലും എവിടുന്നൊക്കെയോ വന്നതാണ് നിലവിലുള്ള മ്യൂസിക്. ഇപ്പോഴും ഓരോ പാട്ട് ചെയ്യുമ്പോൾ ഈശ്വര ഈ പാട്ട് മുന്നേ വന്നുകൊണ്ട് കേട്ടിയുള്ളൂ അങ്ങനെ നമുക്ക് തോന്നും. കാരണം നമ്മളാരും പ്രൊഫഷണലായിട്ട് സംഗീതം എന്ന് പറയണല്ലോ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ പാട്ട് ഇരുന്ന് കേൾക്കാറുമില്ല. ഇവിടെ ഇവരൊക്കെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്കിലോട്ടുന്ന പാട്ടിലാണ് ഇങ്ങനെ പാട്ടിരുന്ന് കേൾക്കാറില്ല. ബട്ട് ഐ ഹവ് ബീൻ ഇൻഫ്ലുവൻസ് ലൈക്ക് എന്താ പറയുക ആ കൾച്ചർ ലൈക്ക് ആ ചില ആൾക്കാർ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഇത് കൊണ്ടുപോകുണ്ടാവുക ഈ സംഭവം. ലൈക്ക് എനിക്ക് ഇവനാണ് സിയാണോ ഈ കാനിയൻ്റെ ഡോക്യുമെൻ്ററി വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നത്. സോ കാനിയസ് ബീൻ എ ബിഗ് ഇൻഫ്ലുവൻസ്. ഒരു ചെറിയ പാർട്ട് ലൈക്ക് എങ്ങനെയാ വെച്ചാൽ അത് സീരീസ് ത്രൂ ഔട്ട് നമ്മൾ കണ്ടറിയാം. കാനിയ ലൈക്ക് ഒരു ഭ്രാന്തനെ പോലെ സ്വയം ഉള്ള ആ വിശ്വാസം, അതുമാത്രം ആരും എന്ത് പറഞ്ഞാലും വെടിയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ ഇനി വാട്ട് ഈസ് അരുവിശാലാസ് ഫ്യൂച്ചർ? വാട്ട്സ് അപ്കമിങ്? എന്താണ് ഇനി കാണാൻ പോകുന്നത്? അപ്കമിങ് ആക്ച്വലി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പണിയെടുത്തിട്ടുണ്ട് ആക്ച്വലി, എല്ലാവരും ഇൻഡിവിജ്വലായിട്ടും ആസ് എ ഗ്രൂപ്പായിട്ടും. പക്ഷെ നമ്മളുടെ ഖജനാവ് ഇപ്പം നടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടിക്കാനുള്ള തീരുമാനമാണ് ഈ വർഷം. സോ ഫ്രം ലൈക്ക് ദിസ് എൻഡ് ഓഫ് ദിസ് മന്ത് ജനുവരി മുതൽ നമ്മുടെ ഇപ്പോൾ ഒന്ന് 31st ഷെഡ്യൂൾഡ് ഉണ്ട്, 5th ഷെഡ്യൂൾഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് എല്ലാ മാസവും ഈ പ്ലാൻ ടു റിലീസ് ഓൾ ദീസ് ട്രാക്സ്. അപ്പോൾ നമ്മൾ അത്രയും ബിൽഡ് ചെയ്ത സാധനങ്ങൾ ഇനി അപ്പം അതിൻ്റെ എല്ലാ ട്രാക്സിനും പാരലൽ പണി നടന്നുകൊണ്ടിരിക്കാം. ലൈക്ക് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് അറ്റ് ഒരു 70-75% സ്റ്റേജ്. അപ്പോൾ അതൊന്നും എല്ലാം സെറ്റ് ചെയ്യാം. ആൻഡ് വി ഹാവ് ലൈക്ക് എ ലോട്ട് ഓഫ് ലൈക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഷോർട്ട് ഔട്ട് ലൈക്ക് സുഷീലൻ ആൻഡ് ആഷ്ബിൻ, അങ്ങനത്തെ ആൾക്കാരൊക്കെ, സോബിൻ, ലോട്ട്സ് ഓഫ് കൊളാബറേറ്റേഴ്സ്. അപ്പോൾ കുറേ അങ്ങനത്തെ പ്രോജക്ട്സും വരാനുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആയിട്ടും ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഡിസൈഫറിൻ്റെ കൂടെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈക്ക് എന്താ പ്രശാലിന് പുറത്ത് നമ്മളെല്ലാവരുമായിട്ട് കൊലാബൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ കുറേ സിംഗിൾസ് വരുന്നുണ്ട്. ഓരോരുത്തരും വരുന്നുണ്ട്, ഇവന് അമ്മനും വരുന്നുണ്ട്. ഞാൻ ശോഭിൻ്റെ കൂടെ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അല്ലേ ശാലിന്റെ പുറത്ത് ഓരോരോ കൊലാബ്സ് കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇവനും ഒരു മറ്റേ ഹിന്ദിക്കാരനുണ്ട് സുഗത് പാട്ടീൽ എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ഒരു വീട്ടിലൊരു കിണ്ണൻ സാധനം ചെയ്തിട്ടുണ്ട്. ഒരു നോട്ടി മൂഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ എല്ലാവരും ഫ്ലിപ്പാവും. കാരണം അത് ഭയങ്കര യാദൃശ്ചികമായിട്ട് ഒരുത്തൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് അവനൊരു 19 മിനിറ്റ് അയക്കുക. അവന്റെ അതേ മോഡുള്ള ഒരു എന്താ അത് എല്ലാം അടിപൊളി ബീറ്റ് സൂപ്പർ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് അനോന്റെ കൂടെ ഉള്ളത് അനോന്റെ EP പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഒരു 5-6 സിംഗിളും ഒരു അനോന്റെ EP പെൻഡിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ആൽബം റിലീസസ് തന്നെയാണ് റിലീസ് തന്നെയാണ് മൂഡ്. പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി ഈ ജാനുവരി ലാസ്റ്റ് സിംഗിള്, ഫെബ്രുവരി സിംഗിള്, മാർച്ച് സിംഗിള്, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തേക്ക് അനോന്റെ ഒരു സാധനം സെറ്റ് ചെയ്ത് അനോന്റെ കൂടെയുള്ള EP
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൽബത്തേക്ക് പണി തുടങ്ങും. ആൽബത്തിൻ്റെ പരിപാടി റിലീസും അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രീ പരിപാടി അപ്പം തൊട്ട് തുടങ്ങാനാണ് ഇപ്പോഴത്തെ വരെ പ്ലാൻ. കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു ടൂറൊക്കെ അടിക്കണം നമുക്ക്. അതാണ് ഗോൾ ഈ കൊല്ലത്തെ വിഷൻ 2025. പിന്നെ ഇതൊക്കെ ചേങ്ങരയുടെയും നിഹാലിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട് ചിറാക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിവുണ്ട് ഞാനും ആശാനും കൂടി. പിന്നെ ഇവൻ്റെ ഊഞ്ഞാലുണ്ട്, അമ്മൻ്റെ കൂടെയുള്ള ഊഞ്ഞാൽ എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട്. ആഴക്കടലുണ്ട്, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റിനും ഇപ്പൊ നമ്മളെ മാത്രമായിട്ട് പറയണമെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റിനും പോലെയും അതിൻ്റെതായ ബുദ്ധിമുട്ടും പൈസന്റെ പ്രശ്നങ്ങളും അതിന്റെ ഇപ്പൊ എന്തായാലും ഒരു ക്വാളിറ്റി ചെയ്യുമ്പോൾ ഇത്ര സ്പെൻഡ് ചെയ്യണം പോകും. അല്ലാണ്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി ചെയ്യാന്നുള്ള ഒരു ഇത് മാറി ഇപ്പൊ ഈ ഒരു സ്റ്റേജിലെത്തി നല്ലൊരു വർക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹം. നല്ല ക്വാളിറ്റി ഇപ്പോൾ ആഷ്ബിന്റെ കൂടെ നല്ല ക്വാളിറ്റി സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട്, സുശീല നല്ല ക്വാളിറ്റി. അപ്പൊ അങ്ങനെ നല്ല കുറച്ച് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് ഇങ്ങനെ എങ്ങനെയൊക്കെ പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കഥ, പാട്ടിന്റെ കഥ. പിന്നെ കുറെ ആൾക്കാരെ കൊളാപ്സ് വരുന്നുണ്ട്. പിന്നെ പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ എന്താ എനിക്ക് കുറച്ച് ഷോ പിടിക്കണം. പിന്നെ എന്താ ഇവരൊക്കെ ഇപ്പൊ ഓരോ പാട്ടൊക്കെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. കുറെ റാപ്പേഴ്സ് ഉണ്ട്. ഇനി പുതിയ നമ്മള് കുറച്ചൊരു പാടിയിട്ട് സ്റ്റേജിൽ കയറി തുള്ളി നിർത്താൻ എന്തായാലും തീരുമാനിച്ചില്ലേ. കുറെ ഇനിയും വേറെ വേറെ തലങ്ങളിൽ എല്ലാവരും ഇപ്പൊ ഇവനാണെങ്കിലും ഫാഷനും കാര്യങ്ങളും എല്ലാവിടേക്കും കൈവച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ലൈക്ക്. അതെ, ഇപ്പൊ എല്ലാം എക്സ്പ്ലോർ എന്ന് പറയുമ്പോ അതന്നെ. നമ്മളിപ്പോ നിഹാലാണെങ്കിലും ഓരോ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ സച്ചി ആണെങ്കിലും പുതിയ പ്രൊഡക്ഷൻ അതിന്റെ മാസ്റ്ററിങ് മിക്സ് മാസ്റ്ററിങ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേറൊരു ഗോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ ഹൗസ് തന്നെ എല്ലാം ഉണ്ട്. ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. ഇപ്പൊ മിക്സും മാസ്റ്ററും ഒക്കെയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. അതും കൂടി ഇൻ ഹൗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കൊല്ലം സെറ്റാണ്. പിന്നെ ചെലവും കുറേ പരിപാടി നടന്നു. നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മുടെ ഏതാ പറയുക ഇപ്പൊ ആസ് കൊളാബറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഓപ്പൺ ഡോർ പോളിസിയാണ്. ലൈക്ക് നമ്മൾ ആരുടെ കൂടെയും അങ്ങനെ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടും വേറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അപ്പൊ നമുക്കിപ്പോ ഒരു സ്ഥിരം ലിസ്റ്റ് ഓഫ് കൊളാബറേറ്റേഴ്സ് അല്ലാണ്ട് യു ആർ ഓൾവേസ് വെൽക്കം ന്യൂ പീപ്പിൾ. അതിപ്പോ എന്ത് ഫീൽഡാണ്, ഏത് ഫീൽഡാണെങ്കിലും ശാല ഓപ്പൺ ഹൗസ് ആണ്. കുറെ പേര് ഇപ്പൊ പറഞ്ഞവര് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോലെ തന്നെ ആയിപ്പോ. ഇപ്പൊ അപ്ലൈ പറഞ്ഞ മാതിരി 5 പേരെന്നുള്ളതിനെക്കാട്ടി ഉപരി അതൊരു എന്താ പറയാ പാലക്കാടും അല്ലെങ്കിൽ സൗത്ത് സൈഡ് എന്ന് പറയാനോ എല്ലാത്തിലും കൂടി നമ്മൾ അങ്ങനെ ഒരു ഓപ്പൺ ഹാൻഡ്സിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരെയും അതിൻ്റെതായ നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും വേറെ ആൾക്കാർ ഇനി ചെയ്യണ്ടെന്നുള്ള ആഗ്രഹമൊക്കെ കൂടി നമ്മളിങ്ങനെ പറ്റണതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ അനുഭവിച്ചോണ്ട് നമ്മളിങ്ങനെ സപ്പോർട്ടും ആൾക്കാരും. പക്ഷെ ഈ കൊല്ലം കുറെ തീരുമാനമാവും. പറയണവര് ഈ റിലീസ് പട്ടനെ നമ്മളൊരു സംഭവമായിട്ടുണ്ട്. ലൈക്ക് 2 years കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ ഒക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. ഇനി നീ പറ. നിന്റെ പേര് പറ. അല്ല അതെ എന്തൊക്കെയാണെങ്കിലും ലൈക്ക് ഇപ്പൊ ഒരു ആള് നമ്മുടെ അടുത്തായിട്ട് വന്നിട്ട് ലൈക്ക് വി വോണ്ട് ടു കവർ യു ലൈക്ക് അങ്ങനത്തെ ഒരു ഇൻഡിപെൻഡന്റ് ഒരു സാധനം തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഇറ്റ്സ് സംതിങ് ന്യൂ. നമ്മളും വേറെ ലൈക്ക് ബ്രാൻഡ് ന്യൂ ഈ ഒരു സീനിൽ അങ്ങനത്തെ ഒരു സാധനം നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും തകർക്കാം. നീ ഷൗട്ട് ഔട്ട്സ് ടു കളി തുടങ്ങിയ so all the best to Arisha. Kali Duni gang,